ചൂട് സമയമല്ല, അപ്പോൾ നമുക്കൊരു കുൽഫി ഉണ്ടാക്കാം. അതിന് വേണ്ടി ഒരു പിടി കശുവണ്ടി ഇട്ടിട്ടുണ്ട്, ഒരു പിടി അതുപോലെ തന്നെ ബദാം ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തിളച്ച വെള്ളത്തിലിട്ട് 1-2 മിനിറ്റ് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ബദാമിൻ്റെ തൊണ്ട് നമുക്ക് കളയണം. നമുക്ക് 1 ലിറ്റർ പാലാണ് എടുക്കണേ കേട്ടോ. 1 ലിറ്റർ പാലിൽ 2 ടേബിൾ സ്പൂൺ പാലെടുക്കാം കേട്ടോ. നമുക്ക് സാഫ്രോൺ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് മാറ്റി വയ്ക്കുക. കശുവണ്ടിയും ബദാമിൻ്റെ തൊണ്ട് കളഞ്ഞിട്ടുണ്ട്. നമുക്കൊരു മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക, ഒരുപാട് അരയരുത്, കുറച്ച് വെള്ളം ഒഴിച്ച് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് കശുവണ്ടിയും ബദാമും ക്രഷ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കൊടുക്കുക. ഫ്രോൺ കലക്കി വെച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് മധുരത്തിന് ഒന്നുപോലെ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ 1/2 കപ്പ് പഞ്ചസാര, മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് ഇനി ഒരു 3/4 ടീസ്പൂൺ ഉണ്ട് കേട്ടോ. ഇത് ഏലയ്ക്ക് പഞ്ചസാര കൂട്ടി പൊടിച്ചാൽ 3/4 ടീസ്പൂൺ എടുത്താൽ, അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. 1 ലിറ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ 3/4 ലിറ്റർ ആവുന്നത് ഇളക്കി കൊടുക്കുക. ഇത് കുറുകി വരാൻ മതി. ഇതുപോലെ തിക്കായിട്ട് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. നമ്മൾ ഒരുവിധം തിക്കായി വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതെ, നമ്മൾ 1 ലിറ്റർ ഒഴിച്ചിരുന്നു, അപ്പോൾ ഒരു 3/4 ലിറ്റർ ആയിട്ടുണ്ട് ഇപ്പോൾ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് തണുത്തിട്ട് നമുക്ക് ഒഴിച്ചു വയ്ക്കാം. ചൂടാറിയിട്ടുണ്ട്, നമുക്കിനി മോൾഡിലേക്ക് ഒഴിച്ചു വയ്ക്കാം കേട്ടോ. ഇതുപോലെ ഇരിക്കും കേട്ടോ, കട്ട് ചെയ്യണ്ട. ചൂടാറി കഴിയുമ്പോൾ ഇരിക്കും. പിസ്ത നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ക്രഷ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഗാർണിഷ് ചെയ്യാം. ഓവർനൈറ്റ് ഫ്രീസ് ചെയ്യാൻ വയ്ക്കാം. നമ്മളിപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക.